കോഴിക്കോട് പോലീസ് പരിശോധനയ്ക്കിടെ MDMA അടങ്ങിയ പാക്കറ്റ് വിഴുങ്ങിയതിനെ തുടർന്ന് മരിച്ച ഷാനിദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. ഷാനിദുമായി അടുപ്പമുള്ളവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, വിവരങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടേ മതിയാവൂ. എപ്പോഴായിരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരിക? SKN ഒരു തരി MDMA അകത്ത് ചെന്നാൽ തന്നെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഷാനിദ് ഇന്നലെ 2 പാക്കറ്റ് MDMA ആണ് വിഴുങ്ങിയത്. ശരീരത്തിനകത്തെത്തിയ ഈ MDMA കവറുകൾ അവിടെ വെച്ച് പൊട്ടി MDMA ശരീരത്തിലേക്ക് കലർന്നിട്ടുണ്ടോ, അങ്ങനെയാണോ ഈ മരണം സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിയുന്നതോടുകൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 10:30-ക്കാണ് പോസ്റ്റ്മോർട്ടം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുകയും ചെയ്യുക. ഇതിൽ മറ്റന്വേഷണത്തിലേക്ക് കൂടി പോലീസ് കടക്കുന്നുണ്ട്. SKN ഈ ഷാനിദുമായി ബന്ധമുള്ളവരെ, അതായത് ഈ ലഹരി ഇടപാടിൽ ഷാനിദുമായി ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അവരുടെ മൊഴിയൊക്കെ എടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഷാനിദ് നേരത്തെ തന്നെ ഇത്തരം ലഹരി കച്ചവടത്തിന്റെ ഭാഗമായിരുന്നു. താമരശ്ശേരി, കോടഞ്ചേരി സ്റ്റേഷനുകളിലൊക്കെ ഷാനിദിനെതിരെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചതിനുള്ള കേസുകളുണ്ട്. ഇയാൾ നേരത്തെ ഗൾഫിലായിരുന്നു, അവിടെ ജോലി എടുക്കുകയായിരുന്നു. അവിടെ ജോലി ഉപേക്ഷിച്ചതിന് ശേഷം ഇയാൾ നാട്ടിലെത്തുകയും തുടർന്ന് ഇത്തരത്തിൽ ലഹരി കച്ചവടങ്ങളുടെ ഭാഗമായി എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്നലെ നാട്ടുകാരുടെയൊക്കെ പ്രതികരണം എടുത്തപ്പോൾ അവർക്കങ്ങനെ ഒരു പ്രഥമ ദൃഷ്ട്യാ ഇയാൾ അങ്ങനെ ലഹരിയൊക്കെ കച്ചവടം നടത്തുന്ന ഒരാളാണെന്ന് അവർക്ക് സംശയമുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു പ്രദേശമൊക്കെ ഇത്തരത്തിൽ ലഹരി സംഘങ്ങളുടെ ഒരു കേന്ദ്രം തന്നെയാണ്. ഏതായാലും പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതിലൊരു തീരുമാനം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വ്യക്തമാകും. താങ്ക് യു അഭിജിത്ത് മുഴക്കൻ.